ഹായ് ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം എന്തൊക്കെയുണ്ട് നിങ്ങളെല്ലാവരും വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ എല്ലാവർക്കും? അൽഹംദുലില്ലാ ഞങ്ങളും സുഖമായിട്ട് പോകുന്നു കേട്ടോ. കഴിഞ്ഞ വീഡിയോകൾക്കൊക്കെ നിങ്ങളെല്ലാവരും തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ് അറിയിക്കുകയാണ്. അതേപോലെ തന്നെ ഇനി അങ്ങോട്ടുള്ള വീഡിയോകൾക്കും നിങ്ങളെല്ലാവരും സപ്പോർട്ടും സഹകരണവും ഉണ്ടാവണമെന്ന് പ്രതീക്ഷിക്കണം, ആഗ്രഹിക്കണം, അഭ്യർത്ഥിക്കണം ഒക്കെ ഉണ്ട്. പിന്നെ നമ്മളെ ഫാമിലിയിലേക്ക്, അതായത് നമ്മളെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട ഒരുപാട് കൂട്ടുകാർ, പുതിയ ആൾക്കാർ ചാനൽ സബ്സ്ക്രൈബൊക്കെ ചെയ്ത് നല്ലൊരു സപ്പോർട്ട് തരുന്നുണ്ട് കേട്ടോ. കമൻറ്റിലൂടെ ആണെങ്കിലും കമൻറ്റ് എന്ന് പറയുമ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ കണ്ടിട്ട് നിങ്ങളെ വീഡിയോസിൻ്റെ താഴെ നിങ്ങളൊരു അഭിപ്രായങ്ങളൊന്ന് കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. ആ ഒരു കമൻറ്റ് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. കാരണം പിറ്റേന്ന് വീഡിയോ എടുക്കാനും അത് നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കാനൊക്കെ ഒരു ഉഷാറുണ്ടാവണമെങ്കിൽ നിങ്ങളെ കമൻറ്റ് തന്നെയാണ് കേട്ടോ നമുക്ക് സപ്പോർട്ടായിട്ട്. ആ ഒരു ലൈക്കും കമൻറ്റൊക്കെ കാണുമ്പോഴേ ഒരു ഭയങ്കര സന്തോഷം തന്നെയാണ് കേട്ടോ. പിന്നെയെന്ന് വെച്ചാൽ ഞാൻ എല്ലാവരും കമൻറ്റിനും റിപ്ലൈ തരലുണ്ട്. ആരതും അങ്ങനെ കമൻറ്റിന് ഞാൻ റിപ്ലൈ തരലില്ല. ചിലപ്പം വല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കുറച്ച് സമയം അങ്ങോട്ട് വൈകി പോകുക എന്നല്ലാതെ ആർക്കും ഇതുവരെ കമൻറ്റിന് റിപ്ലൈ ഒന്നും തരാതെ നിന്നിട്ടില്ല കേട്ടോ. അന്ന് റിപ്ലൈ ഒന്നും കിട്ടൂല വിചാരിച്ചിട്ടൊന്നും ആരും കമൻറ്റ് ഇടാണ്ട് നിൽക്കണ്ട. എന്തായാലും നല്ല അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ. ചിലപ്പോൾ ഒക്കെ നമുക്കൊരു നെഗറ്റീവായിട്ടുള്ള കമൻറ്റൊക്കെ വരുത്തുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല. നമുക്ക് ഒരു നെഗറ്റീവ് വന്നാൽ 10 നമുക്ക് പോസിറ്റീവ് ഉണ്ടെങ്കിൽ നമ്മൾ ആ ഒരു 10നെ മാത്രം നോക്കിയാൽ മതിയല്ലോ. ഏതൊരു കാര്യത്തിനും നല്ലതും ചീത്തതൊക്കെ ഉണ്ടാവുമെന്ന് അങ്ങനെ അങ്ങോട്ട് വിചാരിച്ചാൽ അതങ്ങനെ അങ്ങോട്ട് പോയിക്കോളൂ കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോ അറിയണത് എന്താ, നമ്മൾ സാധാരണ ഒരവസ്ഥ കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ എൻ്റെ വീഡിയോയിലൂടെ നിങ്ങൾ കാണുന്നത്. വീഡിയോ എടുക്കാനായിട്ട് പ്രത്യേകിച്ച് ഒരു എന്താ പറയുക സംവിധാനമോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല കേട്ടോ. നമ്മൾ ആ ഒരു സാധാരണക്കാരായ ജീവിതമാണ്. അതേ രീതിയിലുള്ള കാര്യങ്ങളും എന്താണോ ചെയ്യണത് അപ്പം ക്യാമറ ഓണാക്കി വെക്കുക. അതല്ലാതെ അങ്ങനെ വേറെ പ്രത്യേകിച്ച് ഇതിനായിട്ടൊന്നും ചെയ്യണമൊന്നുമില്ല കേട്ടോ ഞാൻ. അപ്പം നമുക്കേ പറഞ്ഞ് വീഡിയോ എവിടെയോ എത്തിയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ പരിപാടി നോക്കുകയല്ലേ. ഇന്ന് ഞാൻ കുറച്ച് നേരത്തെ തന്നെ കിച്ചണിൽ കയറിയിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഫോണ് തോണ്ടാനൊന്നും ഇരുന്നില്ല കേട്ടോ. ഫോണ് തോണ്ടിയിരുന്നാൽ അന്ന് നേരം പോകും, നമ്മളെ പണികൾ തീരുകയില്ല. രാവിലെ പണിയൊന്നും തീരാണ്ട് ഫോൺ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ പണികൾ തീരൂല. സത്യമല്ലേ? ഫോൺ എടുക്കാണ്ട് വേഗം അതൊരു മൂലക്ക് അവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ പണികളൊക്കെ വേഗം തീർന്നോളും. എനിക്ക് അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടാവലുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇന്ന് എന്തായാലും ഫോണ് വീഡിയോ എടുക്കാൻ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അല്ലാതെ നെറ്റ് ഓണാക്കി വേറെ ഒന്നും നോക്കിയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഇന്ന് നിച്ചുമോൾക്ക് സ്കൂൾ കലോത്സവത്തിന് പോകണം. നാഫിമോന് പോയ അവിടെ തന്നെയാണ്. നിച്ചുമോൾ പഠിക്കുന്നത് കാട്ടിക്കുളം സ്കൂളിലാണ്. അപ്പോൾ അവിടുന്ന് തൊണ്ടർനാട് നിരവേൽപ്പുഴ ആ ഭാഗത്തുള്ള ഏതൊരു സ്കൂളിലേക്കാണ് പോകുന്നത്. അപ്പം 8 മണിയാകുമ്പോഴേക്കും സ്കൂളിൽ എത്താൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടുന്ന് 7:45 ബസ്സുണ്ട്. അപ്പോൾ അതിൽ ഓക്ക് പോവേണ്ടതുകൊണ്ട് തന്നെ ഞാൻ വേഗം എണീച്ചൊന്ന് വേഗം അടുപ്പിൻ്റെ അടുത്തേക്ക് ഇങ്ങോട്ട് വന്നീനി കേട്ടോ. വേഗം ഒന്ന് എണീച്ച് ഞാൻ ഗ്യാസുമ്മൽ തന്നെ കുറച്ച് വെള്ളം വെച്ച് കൊടുത്തു ഓക്ക് കുളിക്കാൻ. അപ്പോൾ ഓള് കുളിയൊക്കെ കഴിഞ്ഞ് മാറ്റി ഒരുങ്ങിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. പിന്നെ കറി ഇതാ ഇന്നലത്തെ മീൻ കറി ഉണ്ടായിരുന്നു, മത്തി മുളക് ഇട്ടത്. അപ്പോൾ അതൊന്ന് ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പം ഇതേപോലത്തെ ഒക്കെ പിന്നെന്താ പറയുക സാഹചര്യങ്ങളിൽ നമ്മൾ എളുപ്പപ്പണി പൂരിയാണല്ലോ. അപ്പോൾ ഞാൻ പൂരിക്കുള്ളതൊന്ന് കുഴച്ച് വെച്ചിന്. മൊത്തം ഇപ്പോൾ ചുടണില്ല കേട്ടോ. എന്താ പറഞ്ഞാൽ ചുട്ട് വെച്ചാൽ ഒരു കോണം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഞാൻ നിച്ചുമോക്ക് മാത്രം ഉള്ളത് ഇപ്പോൾ ഒന്ന് ചുട്ട് വെക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഒരു 2 എനിക്ക് കട്ടൻ ചായൻ്റെ കൂടെ അങ്ങനെ ചുരുട്ടി പിടിച്ചിട്ട് അങ്ങോട്ട് കൂട്ടാൻ വേണ്ടിയിട്ട് 2 അതും കൂടെ ചുടുന്നുണ്ട്. നാസിമോൻ എണീച്ചിട്ടില്ല. നാഫിയും പിന്നെ മദ്രസക്ക് പോയിന് കേട്ടോ. അപ്പോൾ പിന്നെ ബാക്കി ഓരൊക്കെ വന്ന് ചായ കുടിക്കാൻ നേരത്തെ ചുടാ വിചാരിച്ചിട്ടാണ്. അങ്ങനെ ഭൂരി ഇതാ നിച്ചുമോക്കുള്ളത് അങ്ങോട്ട് ചുട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നേരെ ഇങ്ങോട്ട് പോന്നു. തീയൊന്ന് കത്തിച്ച് വെള്ളം അടുപ്പത്ത് വെക്കട്ടെ. ഇക്കാക്ക് കുളിക്കാനാണ്. നല്ല തണുപ്പായതുകൊണ്ട് തന്നെ ഈ പച്ചവെള്ളത്തിൽ രാവിലെ തന്നെ കുളിച്ചിട്ട് പോകുന്നതാണ്. എനിക്ക് എന്തോരം ഇടങ്ങാറാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഉള്ള ചകിരിയും ചിരട്ടയും വിറകും കൊള്ളിയും അതും ഇതൊക്കെ പെറുക്കി കൊണ്ടുവന്ന് അങ്ങോട്ട് വെള്ളം അടുപ്പത്ത് വെക്കലുണ്ട്. അപ്പോൾ ഈ ഒരു തീ കത്തുന്ന കണ്ടപ്പോഴാണ് കേട്ടോ ഈ ഒരു ചട്ടി ഉണ്ടല്ലോ, നമ്മൾ തീ കത്തിച്ച് ചട്ടീൻ്റെ മേലെ ചട്ടി വെച്ചത് എന്താണെന്ന് ഒരുപാട് കമൻറ്റ് എനിക്ക് വരുത്തുന്നുണ്ട് കേട്ടോ. ഇതെന്താണ് സംഭവം? ചിലപ്പം കുറേ ആൾക്കാർക്കൊക്കെ അറിയുമായിരിക്കും. എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് ജസ്റ്റ് ഇതൊന്ന് പറയുന്നുണ്ട്. ഇതെവിടുന്നാണ് വാങ്ങിയെന്ന് ചോദിക്കലുണ്ട്. എത്ര രൂപയാണ്, ഇതെന്താണ് സാധനം എന്നൊക്കെ കുറേ ആൾക്കാർ എനിക്ക് വല്ലാതെ കമൻറ്റ് വരുത്തുന്നുണ്ട്. ഇതെന്താ സംഭവം, ഇതെന്താണ് ഒരു പാത്രത്തിൻ്റെ മേലെ വേറൊരു പാത്രം വെച്ചതെന്നൊക്കെ ചോദിക്കലുണ്ട് കേട്ടോ.
അപ്പോൾ ഇത് വേറൊരു പാത്രം എന്നല്ല, നമ്മളെ സിമെൻറ്റിൻ ചട്ടി ഉണ്ടല്ലോ, സിമെൻറ്റിൻ ചട്ടീൻ്റെ നടുവിലൊരു ഓട്ട ഉണ്ടെങ്കിൽ എന്താണ്, അതാണ് സംഭവം. അപ്പം ഞാൻ പിന്നെ ഈ ഒരു അടുപ്പ് ഇത് കണ്ടില്ലേ, ഇതിങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് ആ ചെമ്പ് വെക്കലാണ്. എന്നാൽ പിന്നെ വല്ലാണ്ട് കരി ഇങ്ങോട്ട് പെരങ്ങി ഇങ്ങോട്ട് എരപ്പാവില്ല കേട്ടോ. ആ ഒരു വട്ടത്തിൽ അങ്ങനെ കരിയാവും. പിന്നെ ചെറുതായിട്ടൊക്കെ ഒന്ന് മേൽഭാഗത്തേക്കൊക്കെ അങ്ങനെ വരികയുള്ളൂ. ഒന്ന് നമ്മളൊന്ന് കമ്പിച്ചേരിയും സോപ്പും വെണ്ണീരൊക്കെ ഇട്ട് അങ്ങോട്ട് ഉരച്ചാൽ അങ്ങോട്ട് പോയിക്കോളും. മറ്റേത് അടിയിൽ മാത്രം ആയിക്കോളും. ഇതില്ലാതെ അങ്ങോട്ട് വെച്ചാൽ ചെമ്പൊട്ടാകെ കരിഞ്ഞ് അങ്ങോട്ട് എരപ്പാവും. അതുകൊണ്ട് ആണ് കേട്ടോ ഞാനത് വാങ്ങിയിട്ടുള്ളത്. പിന്നെ എങ്ങനത്തെ കടയിൽ നിന്നാണ് കിട്ടുകയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കയറ്, കൈക്കോട്ട് അങ്ങനത്തെയൊക്കെ സാധനങ്ങൾ ഉണ്ടാവില്ലേ, കയറുകളും കൈക്കോട്ട് ആ ഒരു അങ്ങനത്തെയൊക്കെ വരുന്നത്. അപ്പോൾ അങ്ങനത്തെ കടയിലുണ്ടാവും. ഞാൻ ഇത് വാങ്ങുമ്പോൾ 120 130 അങ്ങനെ എത്രയായിട്ട് ഉണ്ടായിട്ടുള്ളതിനു. അപ്പോൾ അതാണ് സംഭവം കേട്ടോ. ഇനി ആർക്കും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ തീയൊക്കെ കത്തിച്ച് വെള്ളം ഒന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഞാൻ നെല്ലിക്ക നിച്ചുമോൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒന്ന് പാത്രത്തിലാക്കി കൊടുക്കുന്നുണ്ട്. ഇവിടുന്ന് ഇവർ തന്നെയാണ് കേട്ടോ ഇത് കൊണ്ടുപോകൽ. സ്കൂളിൽ കൊണ്ടുപോയിട്ട് തന്നെയാണ് ഇപ്പോൾ അത് ഇത്ര ആയിട്ടുള്ളത്. പിന്നെ കുട്ടികളെല്ലാവരും ഉണ്ടാവുമല്ലോ, അവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പം കഴിച്ചോട്ടെ വിചാരിച്ചിട്ട് അതൊക്കെ ഒന്ന് പാത്രത്തിലാക്കിയതാണ് കേട്ടോ. ഒറ്റക്കൈയിൽ ഫോണും പിടിച്ചുങ്ങാണ്ട് ഓരോന്ന് കാട്ടുമ്പം അങ്ങനത്തെ അബദ്ധങ്ങളൊക്കെ പറ്റും. പാത്രം ഇങ്ങോട്ട് തെറിച്ച് പോകുന്നുണ്ടേ. അപ്പം ഞാൻ നിച്ചുവിന് കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ ഇതാ പ്ലേറ്റ്, പിന്നെ ചോറൊന്നും കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല അടിപൊളി ഭക്ഷണം അവിടെ ഉണ്ട്. പായസവും ചോറും എല്ലാം ഉണ്ട്. പ്ലേറ്റ്, വെള്ളം, പിന്നെ എന്താണ് ഇവർക്ക് എന്തെങ്കിലും കഴിക്കാനുള്ളത് അങ്ങനെയൊക്കെ കൊടുത്ത് വിട്ടാൽ മതി. അപ്പോൾ അതാ ഓളെ മാറ്റി ഒരുങ്ങി ചായയൊക്കെ കുടിച്ച് നല്ലൊരു ചക്കര ഉമ്മയൊക്കെ തന്നിട്ട് നിച്ചുമോൾ പോയിട്ടുണ്ട് കേട്ടോ. നാഫിമോൻ്റെ കലോത്സവ പരിപാടികളൊക്കെ കഴിഞ്ഞാണ്. ഓന് പോയതിനൊക്കെ എ ഗ്രേഡ് ഉണ്ട്, മാഷാ അല്ലാ. നിച്ചുമോൾ ഇതിൻ്റെ മുന്നേ പോയതിന് ഓക്കും എ ഗ്രേഡ് ഉണ്ട്. ഇതിപ്പോൾ രണ്ടാമത്തെ വട്ടമാണ് പോകുന്നത്. അപ്പോൾ ഓളെയും പറഞ്ഞയച്ച് ഞാൻ മക്കൾക്കും ചായയൊക്കെ കൊടുത്ത് ഞാനും ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം ഒന്ന് ചേദീമ വന്നിരുന്നു കേട്ടോ. ആ ഒരു പിന്നെ ചേദി ഉണ്ടല്ലോ, അവിടെ വന്ന് ഇരുന്നാൽ ഫോണും കൂടെ കയ്യിലുണ്ട് പിന്നെ പറയേണ്ടി വരില്ല കേട്ടോ. എനിക്ക് ചിലപ്പോൾ അങ്ങനെ തന്നെയാണ്. പിന്നെ എന്താണ് അവിടെ ആ ഫോൺ നോക്കിയിരുന്നാൽ പിന്നെ പണിയും എടുക്കൂല. അതാ ഞാൻ നേരത്തെ പറഞ്ഞത് കേട്ടോ, ഫോണ് തൊട്ടാൽ നമ്മളെ പണി നടക്കൂല പറയുന്നത് അതുകൊണ്ടാണ്. പിന്നെ ഞാൻ നാഫിമോന് പോണതിൻ്റെ മുന്നേ തന്നെ മുറ്റം അടിച്ചു വരാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ഓനാണ് വീഡിയോ ഒക്കെ എടുത്തു തരുന്നത്. വീഡിയോ ഒക്കെ ഇപ്പം എടുത്തു തരാനൊക്കെ കുറച്ച് പഠിച്ചിരുന്നു. എന്നാലും ഇടയ്ക്കൊക്കെ ഒന്ന് ഓൻ്റെ കൈയൊക്കെ ക്യാമറയിൽ കൂടെ നിങ്ങൾ കാണുന്നുണ്ടാവും. പിന്നെ ചൂലും എടുത്ത് എന്താണ് അട്ടത്തിൽ കൂടെ തട്ടി നടന്നേന്ന് വിചാരിക്കണ്ട കേട്ടോ. ആ ചെടിച്ചട്ടി തൂക്കി അതിലങ്ങനെ ഫുള്ളും മാറാലുണ്ടാവും. എത്ര മാറാല തട്ടിയാലും പിന്നെ നേരം വെളുത്ത് വന്ന് നോക്കുമ്പം പിന്നെ മാറാല തന്നെ ആയിക്കിട്ടും. ആ ചെടീൻ്റെ ഓരോ ചട്ടീൻ്റെ ഇടയിൽ കൂടെ പിന്നെ വല്ലാതെ മാറാല കെട്ടിയിട്ടുണ്ട്. അപ്പോൾ മുന്നിൽ തന്നെ ആകുമ്പോൾ എന്തോരം ഇടങ്ങാറല്ലേ. കാര്യം ഷെഡാണെങ്കിലും നമ്മൾ ഉള്ളത് വൃത്തിക്ക് കൊണ്ടുനടക്കണമല്ലോ. അപ്പോൾ പിന്നെ ഞാൻ അതൊക്കെ ഒന്ന് അടിച്ചു വരാൻ നേരത്തെ ഒന്ന് തട്ടി കൊടുത്തതേ ഇനി കേട്ടോ. പിന്നെ അതാ ഈ കുട്ടി ഫോൺ ഇങ്ങനെയൊക്കെ ഇളക്കി ഇതാക്കിക്കണെന്നുള്ളത് ഞാനിപ്പോഴാണ് കേട്ടോ കാണുന്നത്. അനക്കാണ്ട് പിടിക്കണം കേട്ടോ എന്നൊക്കെ പറയലൊക്കെ ഉണ്ട്. എന്നാലും വേണ്ടിയില്ല, ഓനെ കൊണ്ടാവും പോലെ ഓനെ എടുത്ത് തന്നല്ലോ. ഇനിയിപ്പോൾ അതങ്ങനെ ഇളകിയതായി വിചാരിച്ചിട്ട് ഇനിയിപ്പോൾ അത് ഡിലീറ്റ് ആക്കി കളയണ്ട വിചാരിച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ ഞാൻ വേഗം മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വാരി വേഗം അകത്തേക്ക് വന്നേണ്. അകം അടിച്ചു വാരുക എന്ന് പറയുന്നത് എനിക്ക് വലിയൊരു ടാസ്ക് തന്നെയാണ്. കാരണം രാവിലെ എന്ന് പറയുന്ന ഒരു സമയം മൊത്തം ഒരു തല മുതൽ ഇപ്പുറത്തെ തല വരെ വലിച്ചു വാരി ഇട്ട കോലയിക്കോട്ട് ഉണ്ടാവുക. ഓരോ സാധനങ്ങൾ ഇവരെല്ലാവരും പോവലും കഴിഞ്ഞ് കിട്ടിയാലേ ഒന്ന് ഒതുങ്ങി കിട്ടുള്ളൂ. അപ്പം ഞാൻ എല്ലാം ഒന്ന് ഒതുക്കി പെറുക്കിയൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ചിട്ട് പിന്നെ എന്താണ് ബാക്കിയുള്ള കലാപരിപാടികൾ എടുക്കാമെന്ന് വിചാരിച്ചിട്ടേനു. അപ്പോൾ എന്തായാലും വൃത്തിയാക്കല്ലേ. അപ്പോൾ ഞാൻ കേബേജ് ഉണ്ടായിന് കേട്ടോ. എന്നാൽ പിന്നെ കേബേജ് എന്നാൽ ചോപ്പറിലിട്ടിട്ട് അതൊന്ന് വലിച്ചിട്ടൊന്ന് അരിഞ്ഞിട്ടൊരു പാത്രത്തിലാക്കി വെക്കാൻ വിചാരിച്ചു. എന്നാൽ പിന്നെ ബാക്കിയുള്ള എൻ്റെ പണികളൊക്കെ കഴിഞ്ഞാൽ അത് വേഗം ഉപ്പേരി ആക്കിയാൽ മതിയല്ലോ. പിന്നെ രണ്ടാമത് വീണ്ടും മേശയും അതും ഇതൊന്നും എരപ്പാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ അതൊന്ന് വലിച്ചെടുക്കുന്നുണ്ട്. ആദ്യമൊക്കെ ഞാൻ ഈ ചോപ്പറില്ലേ, നോമ്പിന് ഉള്ളി പിന്നെ നമ്മൾ എണ്ണക്കടിക്ക് ഉള്ളി ചോപ്പ് ചെയ്യൂലേ, അതിന് മാത്രമേ അതിനിട്ട് എടുക്കല. ആ കുഞ്ഞാന്ന് അങ്ങോട്ട് അരിഞ്ഞ് കിട്ടുമല്ലോ അതിൽ. ഈ ഉപ്പേരിക്കുള്ള സാധനങ്ങളൊക്കെ അതിൽ പിന്നെ ഇതുപോലെ അരിഞ്ഞെടുക്കാന്നുള്ളത് എനിക്ക് ഈ ഇടയാണ് കേട്ടോ ഓർമ്മ വന്നത്. കാര്യം പുരയിലുണ്ടായിരുന്നു, എന്നാലും എനിക്ക് അതിലിട്ട് വലിച്ചാൽ മതിയല്ലോ അതൊക്കെ എന്നുള്ളതേ ഇപ്പപ്പാണ് എനിക്ക് ഓർമ്മ വരാൻ തുടങ്ങിയത്. അപ്പം ഞാൻ ചെറിയൊരു കഷ്ണം കേബേജ് ഉണ്ടായി. അപ്പോൾ അതൊന്ന് ഉപ്പേരിക്ക് അവിടെ അരിഞ്ഞ് വെച്ചിട്ട് പിന്നെ അടുക്കളയും കൂടെ ഒന്ന് ഒതുക്കി പെറുക്കി മൊത്തം ഒന്ന് വൃത്തിയാക്കി വെച്ചിട്ടാണ് ഇപ്പോൾ പാത്രം കഴുകുന്നത്. എൻ്റെ ഒരു ടൈം ടേബിൾ അങ്ങനെയാണ് കേട്ടോ. ആദ്യം തന്നെ പാത്രം കഴുകൂല. ഞാൻ വേഗം അകൊക്കെ ഒതുക്കി അങ്ങോട്ട് എല്ലാം അതിൻ്റേതായ സ്ഥലത്തൊക്കെ വെച്ച് അടിച്ചു വാരി ഇട്ടിട്ടാണ് പിന്നെ ഞാൻ പാത്രം കഴുകാൻ നിൽക്കുള്ളൂ. എനിക്ക് അകമൊന്ന് വൃത്തിയായാൽ തന്നെ ഒരു സമാധാനമാണ് കേട്ടോ. ഇനിയിപ്പോൾ പെട്ടെന്ന് ആരെങ്കിലും ഒന്ന് കയറി വന്നാലും ഇനിയിപ്പോൾ തുടച്ചിട്ടില്ലെങ്കിൽ നമ്മൾ വൃത്തിയാക്കി എല്ലാ സാധനങ്ങളൊന്ന് ഒതുക്കി വൃത്തിയാക്കിയിട്ട് അടിച്ചു വാരിയാലൊരു അടിച്ചു വാരി അവിടെ ഇട്ടാലൊരു സമാധാനമാണല്ലോ.
അപ്പോൾ അങ്ങനെ ചെയ്തിട്ടേ ഞാൻ പാത്രം കഴുകാൻ നിൽക്കുകയുള്ളൂ. അടിച്ചു വാരുമ്പോൾ പിന്നെ കഴുകാനുള്ളതെല്ലാം പെറുക്കി കൊണ്ടുവന്ന് സിങ്കിൻ്റെ അടുത്ത് അങ്ങോട്ട് ഇടും. എന്നിട്ട് വേഗം ഒറ്റൊരു കഴുകലാണ്. ഈ രാവിലത്തെ ഈ ഒരു കഴുകലാണ് കുറച്ച് കൂടുതലായിട്ടുണ്ടാകുക. പിന്നെയെന്ന് വെച്ചാൽ അധികമൊന്നും ഉണ്ടാവില്ല. അപ്പം ഉള്ളത് നമ്മളങ്ങനെ കഴുകി വെച്ചാൽ വല്ലാണ്ട് അങ്ങനെ പെരുങ്ങൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഞാനിതാ പാത്രങ്ങളും ഏകദേശമൊക്കെ ഒന്ന് കഴുകി തീർത്ത് സിങ്കിൻ്റെ അവിടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും നമ്മൾ പിന്നെ കുളിക്കാനുള്ള വെള്ളമൊക്കെ ചൂടായതിന് ശേഷം ഞാൻ ചോറിനുള്ള വെള്ളമൊക്കെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ നമ്മൾ ചോറും റെഡി ആയപ്പോൾ അതൊന്ന് ഊറ്റിയെടുക്കുന്നുണ്ട്. നമ്മളിവിടെയൊക്കെ ചോറ് വാർക്കുകയാണ് കേട്ടോ ചെയ്യുക. വാർക്കലാണ്. ചില സ്ഥലത്തൊക്കെ ഇങ്ങനെ കൊട്ടയിലേക്ക് ഇങ്ങനെ ഈ അരിപ്പക്കോരിയിൽ കോരണ ഞാൻ പല വീഡിയോയിലും കണ്ടിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ എന്തെങ്കിലും പരിപാടിയും കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മൾ വലിയ വട്ടച്ചെമ്പിലൊക്കെ തോനെ ചോറൊക്കെ വെക്കൂലേ, അപ്പോഴൊക്കെയാണ് കേട്ടോ ഇത് ഇങ്ങനെ ഊറ്റിയെടുക്കുക. അല്ലാതെ ഇവിടെ നമ്മൾ വാർക്ക് തന്നെയാണ് കേട്ടോ ചെയ്യുക. അങ്ങനെ ഇതാ ചോറും ഒന്ന് വാർത്തെടുക്കുന്നുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് വേണം ബാക്കിയുള്ള കലാപരിപാടികളിലേക്ക് നടക്കാൻ. അടിത്തോടെ നനാന്നൊക്കെ പറഞ്ഞിട്ട് എടുക്കാനുണ്ടല്ലോ. അപ്പം അതൊക്കെയാണ് ഇനിയിപ്പം ബാക്കിയുള്ളത്. അപ്പോൾ ചോറിൻ്റെ കാര്യത്തിൽ അവിടെ തീരുമാനം ആയിക്കണ്. അപ്പോൾ ഞാൻ ചെമ്പിൽ കുറച്ച് വെള്ളം വെച്ചിടുന്നുണ്ട്. എന്തായാലും നാസിമോനൊക്കെ ഒന്ന് കഴുകാൻ വെള്ളം വേണ്ടി വരും. അപ്പോൾ ആ ഉള്ളൊരു ചൂടിലും കണലിലും കിടന്ന് ആ വെള്ളം അങ്ങോട്ട് ചൂടായിക്കോട്ടെ വിചാരിച്ചിട്ട് അതും ഒന്ന് ഒഴിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇനി തുണികളൊന്ന് ആറിടാനുള്ളത് എടുക്കട്ടെ. ഞാൻ ഈ പാത്രം കഴുകുകയും ബാക്കിയുള്ള പണികളൊക്കെ എടുക്കൂല. അതിൻ്റെ കൂടെ തന്നെ മെഷീനിൽ അലക്കാനുള്ള തുണികൾ ഇതിലേക്ക് ഇടലുണ്ട്. പിന്നെ കല്ലിൽ അലക്കാനുള്ളത് അവിടെ കല്ലുമ്മ കൊണ്ടുപോയി വെക്കലാണ് കേട്ടോ. എല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ അവിടുന്ന് അലക്കുള്ളൂ. കല്ലിൻ്റെ അവിടെ എന്ന് വെച്ചാൽ ഞാൻ വീഡിയോ എടുക്കാത്ത പറഞ്ഞാൽ ഞാൻ എപ്പം പറയലുണ്ട്, മുന്നിൽ നമുക്ക് വേനൽക്കാലവും ബേക്ക് വശത്ത് മഴക്കാലമാണ് നമ്മളെ ഷെഡിൻ്റെ. എന്താ വെച്ചാൽ ഭയങ്കര ഉറവയാണ് കേട്ടോ. അപ്പോൾ ആ ഉറവയൊന്നും വറ്റിയിട്ടില്ല. ഒരു ഡിസംബർ ജനുവരി എങ്കിലും ആവും ഒന്ന് ഉറവ വറ്റാൻ. പിന്നെ ഒന്ന് ഉണങ്ങി വരുമ്പോഴേക്കും അടുത്ത മഴക്കാലവും ആവും. അങ്ങനെയാണ് കേട്ടോ. ഭയങ്കരമായിട്ട് ഉറവുള്ള സ്ഥലം. നമ്മൾ ഈ ഷെഡ് കെട്ടുമ്പോൾ ഒന്ന് JCB കൊണ്ടുവന്നിട്ട് ഒന്ന് ലെവലാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ മണ്ണെടുത്തപ്പം കുറച്ചൊരു നമുക്കറിയില്ല ഇനി ഉറവുള്ളതാണ്, ഇങ്ങനെ ഉറവ വരുന്നുള്ളത് അറിയില്ലേനു. അപ്പോൾ ലെവലാക്കിയപ്പോൾ ഇനി മണ്ണ് കുറേ ഇങ്ങോട്ട് എടുത്ത് പോന്നിട്ടാണോ എന്ന് അറിയില്ല കേട്ടോ. ബേക്ക് വശം ഫുള്ളും ചളി പുളിയായിട്ട് കിടക്കുകയാണ് ഉണങ്ങാതെ. അതുകൊണ്ടാണ് ഞാൻ അവിടേക്കൊന്നും അങ്ങനെ വീഡിയോയിൽ കാണിക്കാത്തത്. അപ്പം തിരുമ്പിയ തുണികളൊക്കെ ഒന്ന് എടുത്തു. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് ആറിയിടണം കൊണ്ടുപോയിട്ട്. അപ്പം അതവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാട്ടോ അടുത്ത പരിപാടിയാണ്. ഞാൻ കേബേജ് അരിഞ്ഞ് വെച്ചിരുന്നുവല്ലോ. അപ്പോൾ അതൊന്ന് വേഗം ഉപ്പേരിയാക്കി എടുക്കുന്നുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും പൊട്ടിച്ച് അങ്ങോട്ട് ഒന്ന് വറവിട്ടെടുത്താൽ നമ്മളെ ഉപ്പേരി അവിടെ റെഡി ആയിക്കോളും. ഇതൊന്ന് തീ അവിടെ കുറച്ച് വെച്ചിട്ട് ഒന്ന് മൂടി അങ്ങോട്ട് വെച്ചിട്ട് പോയിട്ടാണ് കേട്ടോ പിന്നെ തുണികൾ ആറിയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം തുണിയൊക്കെ ആറിയിട്ട് വന്നപ്പോഴേക്കും നമ്മൾ ഉപ്പേരി അങ്ങോട്ട് റെഡി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്താ പറയുക, പണിയെടുക്കുമ്പോൾ നമ്മൾ തന്നെ നമ്മളെ പണികൾ വേഗം തീരാനുള്ള എന്തെങ്കിലുമൊക്കെ ഒന്ന് അങ്ങോട്ട് കണ്ടുപിടിക്കണം. എന്നാൽ പിന്നെ വേഗം പണികളൊക്കെ തീർത്ത് ഞമ്മക്കും വേണ്ട ഒന്ന് ഫ്രീ ആയിട്ട് ഇരിക്കൽ. എപ്പോഴും ഇങ്ങനെ പണിയെടുത്തോണ്ട് നിൽക്കലൊന്നും എനിക്കിഷ്ടമല്ല കേട്ടോ. എനിക്ക് വേഗം പണികൾ തീർത്ത് ഒരു ഭാഗത്ത് ഇരിക്കാനാണ് കേട്ടോ ഇഷ്ടം. എന്നാൽ പിന്നെ ഞമ്മക്കും ഒരു റെസ്റ്റും കാര്യങ്ങളൊക്കെ വേണമല്ലോ. അപ്പോൾ അതവിടെ വെച്ചാണ്. ഇനിയിപ്പം മുരിങ്ങച്ചപ്പ് ഉണ്ടായിരുന്നു. ഒരു മുരിങ്ങച്ചപ്പ് എവിടെ നിന്ന് എപ്പം എങ്ങനെ കിട്ടിയാലും ഞാൻ ഉണ്ടാക്കും. ഇത് അനിയൻ്റെ പെണ്ണുങ്ങൾ കൊണ്ടു തന്നതേനു കേട്ടോ. ഓള് കുറച്ച് എടുത്തു, പിന്നെ കുറച്ച് എനിക്ക് തന്നതേനു. അപ്പോൾ ഞാൻ അതൊന്ന് പിന്നെ ഇത് അധികം നന്നാക്കി എടുക്കാനൊന്നുമില്ല, ഒരു ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇല ഏകദേശം കൊഴിഞ്ഞിട്ടുണ്ട്, അതിൽ കൊഴിഞ്ഞങ്ങോട്ട് വീണിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ വലിയ പണികളില്ലേനു. അതിൻ്റെ ആ തണ്ടൊക്കെ ഒന്ന് പെറുക്കി അല്ലാത്തതൊന്ന് നന്നാക്കി എടുക്കാനേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. എനിക്കാണെങ്കിൽ പണ്ട് മുതലേ മുരിങ്ങച്ചാപ്പ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മുരിങ്ങ എന്താണ് എനിക്ക് ഇഷ്ടമില്ലാത്തതെന്നൊന്നും വിചാരിക്കേണ്ട. ഇഷ്ടമുള്ളത് ഇഷ്ടമുണ്ട് എന്ന് അങ്ങോട്ട് പറയും, ഇല്ലാത്ത ഇല്ല എന്ന് പറയും. അങ്ങനെ തന്നെ കേട്ടോ. അപ്പോൾ അതൊന്ന് വേഗം നന്നാക്കി എടുക്കുന്നുണ്ട്. വേഗം നല്ലൊരു താളിപ്പും ആ ഒരു ഉപ്പേരി, പിന്നെ കുറച്ച് നമ്മളെ രാവിലത്തെ മീൻ കറീൻ്റെത് ഒരു കോപ്പയിൽ ബാക്കിയുണ്ട്. അപ്പോൾ അതൊക്കെ മതി എനിക്ക് ഉച്ചക്ക് ചോറ് കഴിക്കാൻ. രാത്രിക്കേക്ക് വേണമെങ്കിൽ ഈ ഒരു ഉപ്പേരിയും ചപ്പ് താളിച്ചതും ഉണ്ടാവും. വേണമെങ്കിൽ 2 മുട്ടയേറ്റം വാങ്ങി ഒന്ന് ഓംപ്ലേറ്റ് ആക്കിയാൽ അത് മതി കേട്ടോ. ചില ദിവസമൊക്കെ ഇങ്ങനെയും പോട്ടെ, ഇന്നിപ്പം ഇറച്ചി മീനും നല്ല കുശാലായാലൊന്നും കാര്യം നടക്കൂലല്ലോ. ഇങ്ങനെയൊക്കെ വേണം, മക്കൾക്കും വേണ്ട ഇതൊക്കെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കുക അല്ലേ. എന്നും ഉഷാറായാലൊന്നും കാര്യം നടക്കൂലല്ലോ. പക്ഷെ ഇങ്ങനത്തെ ഒരു താളിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ചോറ് കഴിക്കാൻ നല്ലൊരു സുഖമായിരിക്കും കേട്ടോ, ഉച്ചക്ക് പ്രത്യേകിച്ച്. അപ്പോൾ ഞാൻ അതൊന്ന് വേഗം നന്നാക്കി എടുക്കട്ടെ. പിന്നെ ചില ആളുകൾക്കൊന്നും ഇതേ രീതിയിലുള്ള എന്നും ഇതന്നെയാണല്ലോ എന്നൊക്കെ ഇങ്ങനെ തോന്നുന്നുണ്ടാവും. പക്ഷേ
ഞാൻ പറയണത് എന്താണെന്ന് വെച്ചാൽ പുതിയതായിട്ട് വന്ന കൂട്ടുകാരുണ്ടാവുമല്ലോ, അപ്പോൾ അവർക്ക് അറിയില്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത്. തന്നെ പിന്നെയും പിന്നെയും പറയാമെന്നൊന്നും വിചാരിക്കണ്ട. കാരണം സബ്സ്ക്രൈബേഴ്സ് കൂടുമ്പം അവർ ചിലപ്പോൾ നമ്മളെ മുന്നത്തെ വീഡിയോസൊന്നും കണ്ടിട്ടുണ്ടാവില്ല. അത് പറഞ്ഞപ്പോഴാണ് കേട്ടോ എനിക്ക് ഓർമ്മ ആയത്. ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ രക്ഷപ്പെടുമോ ഇല്ലേ എന്നുള്ളതൊന്നും അറിയില്ലേനു. എന്നാലും നമ്മൾ ഈ ഒരു ഷെഡ് തന്നെയാണ് കേട്ടോ നമ്മൾ രക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. എന്താണ് ഈ ഒരു ഷെഡിൻ്റെ ഹോം ടൂറിൻ്റെ വീഡിയോ ഇട്ടപ്പോഴാണ് ഇപ്പം അത് 2 ലക്ഷം ആൾക്കാർ 2 ലക്ഷം കഴിഞ്ഞു പിന്നെ ഒരു വ്യൂ വന്നിട്ടോ. അതിന് ആ ഒരൊറ്റ വീഡിയോയിലാണ് ചാനൽ മോണിറ്റൈസേഷനായി നമ്മളൊന്ന് രക്ഷപ്പെട്ടു വന്നിട്ടുണ്ടായിരുന്നത്. ചെറിയ രീതിയിലാണെങ്കിലും ഡോളറൊക്കെ ഒന്ന് കയറി വരുന്നുണ്ട്. ഇപ്പം നല്ല വ്യൂ ഉണ്ടെങ്കിൽ നമ്മളിതിൽ രക്ഷപ്പെടും. വ്യൂ കുറവാണെങ്കിൽ ചിലപ്പം തട്ടിമുട്ടി അങ്ങനെയൊക്കെ തന്നെ പോവുള്ളൂ. ചിലപ്പം $1 കയറാൻ ഒരാഴ്ചയൊക്കെ എനിക്ക് എടുക്കലുണ്ട് കേട്ടോ. കാരണം വ്യൂ കുറവാകുമ്പം അങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. എന്തായാലും പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യണ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് അറിയിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞാനിതാ ചപ്പൊക്കെ നന്നാക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ മുരിങ്ങച്ചപ്പ് ഒന്ന് താളിച്ചെടുക്കുന്നുണ്ട്. പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു. വെളുത്തുള്ളിയും പിന്നെ വലിയ ഉള്ളിയും പച്ചമുളകും കൂടെ ഒന്നാ വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചെടുത്ത് നമ്മളെ ചപ്പും ഇട്ട് അങ്ങോട്ട് നല്ലോണം ഒന്ന് വാടി വന്നപ്പോൾ കേട്ടോ കഞ്ഞിക്കാലം ഒന്നായിട്ട് ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. എനിക്കാണെങ്കിൽ ചപ്പ് താളിക്കുന്നതിൽ അത്യാവശ്യം നല്ലോണം ആ ഒരു കഞ്ഞിവെള്ളം നീരായിട്ട് അങ്ങനെ വേണം കേട്ടോ. എനിക്ക് അങ്ങനെ ഇഷ്ടം. വെറും ചപ്പ് മാത്രം പറ്റൂല. അതിൻ്റെ ആ ഒരു വെള്ളം നല്ല ഉപ്പൊക്കെ ഇട്ടിട്ടുള്ള ആ ഒരു കഞ്ഞിവെള്ളവും ചപ്പും കൂടെയാണ് എനിക്ക് കഴിക്കാൻ ഇഷ്ടം. ഇതിൻ്റെ കൂടെ ഉണക്ക് പൊരിച്ചതൊക്കെ ഉണ്ടെങ്കിൽ ജോറാവും കേട്ടോ. അങ്ങനെ ഞാനിതാ എൻ്റെ പണികളൊക്കെ തീർത്ത് കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഞാനും നാസിമോനും ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. മീൻകറി ഉണ്ട്, ഉപ്പേരി ഉണ്ട്, ചപ്പ് താളിച്ചതും ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും ബൈ.